ഹായ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക്. നമുക്കെല്ലാവർക്കും അറിയാം LSGയുടെ നോട്ടിഫിക്കേഷൻ വന്നല്ലോ അല്ലേ. അപ്പോൾ 5 ഡിഫറെൻറ്റ് പോസ്റ്റിന് ഒരു പ്രിലിംസാണ് ഈ വട്ടം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സിലബസ് ഒക്കെ നോക്കിക്കാണും, പല ടോപ്പിക്സ് ഉണ്ട് അല്ലേ. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി. നമുക്കറിയാം 5 മാർക്കാണ്, വളരെ ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ചിലർ ആ ടോപ്പിക്ക് നേരൊന്നും പഠിക്കാറില്ല. അത് എങ്ങനെ പഠിക്കാം, അതിലെങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമുക്ക് സിലബസ് അറിയാം അല്ലേ. സയൻസ് ആൻഡ് ടെക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചോദിക്കാം, ചിലപ്പോൾ ബേസിക്സ് ഓഫ് സയൻസ് എന്തായാലും ചിലപ്പോൾ ചോദിക്കാം. പിന്നെ ഡിഫൻസ് റിലേറ്റഡ് ചോദിക്കാം, സ്പേസ് റിലേറ്റഡ് ചോദിക്കാം. 2023 സ്പേസ് റിലേറ്റഡ് കുറേ ടോപ്പിക്സ് ഉള്ള കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പിന്നെ ഇന്ത്യ അല്ലേ, വെരി ബിഗ് എക്കണോമി, വലിയ പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ എനർജി റിക്വയർമെൻറ്റ്സ് ഉള്ള ചോദ്യം ചോദിക്കാം. അതിൽ റിന്യൂവബിൾ ആണോ, വേറെ ആണോ, സോളാർ ആണോ, ചിലപ്പോൾ അതിൽ നിന്ന് ചില ചോദ്യം ചോദിക്കാം. പോപ്പുലേഷൻ കൂടുമ്പോൾ പൊല്യൂഷൻ കൂടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തായാലും കൂടുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എന്താ ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്, ഇക്കോളജിക്കൽ എക്സ്പേർട്ട് പാനൽ. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടാണ് സയൻസ് ആൻഡ് ടെക് എന്നുള്ള ടോപ്പിക്ക് വരുന്നത്. ക്ലിയർ? അപ്പോൾ അതെങ്ങനെ പഠിക്കാം, കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് നമുക്ക് ചോദ്യങ്ങളൊന്ന് നോക്കാം. അതിലൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അഡ്രസ് ദ വേൾഡ് ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റ് ഡ്യൂറിങ് യുണൈറ്റഡ് നേഷൻസ് COP28 ഇൻ ദുബായ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കാണുന്നത്. അപ്പോൾ സംതിങ് റിഗാർഡിങ് യുണൈറ്റഡ് നേഷൻ ആണ്, ക്ലൈമറ്റ് ആക്ഷൻ ആണ്, അപ്പോൾ സയൻസ് ആൻഡ് ടെക്കുമായി അല്ലേ. ശരിക്കും പറഞ്ഞാൽ കോപ്പ് എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയും. കോൺഫറൻസ് ഓഫ് പാർട്ടീസിൻ്റെ 28ാമത്തെ സമ്മിറ്റ് നടന്നു അല്ലേ. എവിടെ വെച്ചാണ് നടന്നത്? UAE വെച്ച് നടന്നു. ഏത് വർഷമാണ് നടന്നത്? 2023. അപ്പോൾ COP28 വാസ് ഹെൽഡ് ഇൻ വിച്ച് ഇയർ? 2023. ക്ലിയർ? എവിടെ വെച്ചാൽ? UAE, ദുബൈയിൽ വെച്ചിട്ടാണ് നടന്നത്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അറ്റൻഡ് ചെയ്തു. ഇത് ബേസിക്സ് ആണ്. ചിലപ്പോൾ കറണ്ട് അഫെയർസ് ചോദിക്കും COP28 എവിടെയാണ് നടന്നത്. ബട്ട് ഇത് എന്താണ്, ഡിഗ്രി ലെവലല്ലേ, ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല, 2-3 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇത് റിലേറ്റഡ് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഇത് കിട്ടിയല്ലോ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു അഡ്രസ് ദ വേൾഡ് ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റ് ഡ്യൂറിംഗ് ദ യുണൈറ്റഡ് നേഷൻസ് COP28 ഇൻ ദുബായ്. ഇനി ഇതെന്താണ്? ഇതിനെയാണ് നമ്മൾ UNFCCC എന്ന് പറയുന്നത്. 3 C ഉണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതാണ് UNFCC. അപ്പോൾ COP ഇതിനകത്താണ് വരുന്നത്, ചിന്തിക്കുക. അപ്പോൾ ദ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് സൈൻ ചെയ്തു. അതെന്നാ സൈൻ ചെയ്തത്? 1992 സൈൻ ചെയ്തു. ക്ലിയർ? അതിൻ്റെ വേറെ പേരാണ് എർത്ത് സമ്മിറ്റ്, അല്ലെങ്കിൽ റിയോ സമ്മിറ്റ് ഓർ ദി റിയോ കോൺഫറൻസ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം 1992 ഈ ഫ്രെയിംവർക്ക് എവിടെ വെച്ചിട്ടായിരിക്കും സൈൻ ചെയ്തിട്ടുണ്ടാവുക? റിയോയിലാണ്. റിയോ എവിടെയാണ്? ബ്രസീൽ. ഇതാണ് സ്റ്റാർട്ടിങ്. കണ്ടോ, ഇത് കറണ്ട് അഫെയർസ്. ഇനി ഇത് റിലേറ്റഡ് ചോദിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പോൾ ദ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ദാറ്റ് ഈസ് സൈൻഡ് ഇൻ വിച്ച് ഇയർ? 1992. ഓൾസോ നോൺ ആസ് വാട്ട്? എർത്ത് സമ്മിറ്റ്, അല്ലെങ്കിൽ ദ റിയോ സമ്മിറ്റ്, അല്ലെങ്കിൽ ദ റിയോ കോൺഫറൻസ്. ക്ലിയർ? സ്റ്റാർട്ടിങ് നോക്കണേ, ബിക്കോസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, ഇങ്ങനെയും ചോദിക്കാം. കറണ്ട് അഫെയർസായി, സ്റ്റേറ്റ്മെൻറ്റായി. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, വേറെ എന്തൊക്കെ ചോദിക്കാമെന്ന്. ദ ഒബ്ജക്റ്റീവ് ഓഫ് UNFCC, അപ്പോൾ കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഒബ്ജക്റ്റീവ് എന്താണ്, മെയിൻ പർപ്പസ് എന്താണ്? ഈസ് ടു സ്റ്റെബിലൈസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താ? എപ്പോഴും ഡിഗ്രി ലെവൽ പ്രിലിംസിലേക്ക് എന്താ ചോദിക്കാമെന്നറിയാം. നോർമലി വെൻ യു റൈറ്റ് പ്രിലിംസ് ഒന്ന് ടഫ് ആകുമ്പോൾ ഒബ്ജക്റ്റീവ്, എയിം, ഇതുപോലത്തെ വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കണേ. അതാണ് സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ചും കൂടെ ടഫായി വരുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ UNFCC ഈസ് ടു സ്റ്റെബിലൈസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ ഇൻ ദ atmosphere at a level that prevent dangerous human interference with the climate change. അപ്പോൾ കറണ്ട് അഫെയർസായി എന്നാ സൈൻ ചെയ്ത 1992 ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. പിന്നെ എല്ലാത്തിലും ബേസിക് സാധനം എന്താ? ഒബ്ജക്റ്റീവ്, എയിം എന്താണ്? ടു സ്റ്റെബിലൈസ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ എവിടെ? ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണേ, വേറെ ഒന്നും കൊണ്ടല്ല, ഇതാണ് ആ വാക്ക്. ഇവിടെയാണ് ക്വസ്റ്റ്യൻ ടഫ് ആവുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഒബ്ജക്റ്റീവ് തരും. എന്നിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലെങ്കിൽ ഏതൊക്കെ തെറ്റാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയില്ലേ, ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. ഇനി വല്ലതും ഉണ്ടോ ഇതിനകത്ത് വീണ്ടും ചോദിക്കാൻ? ഉണ്ട്. ദ UNFCC entered into force on 1994. എന്നാ സൈൻ ചെയ്തതെന്ന് പഠിച്ചേ? 1992. അന്ന് ഇതിൻ്റെ പേരെന്താണ് നമ്മൾ പഠിച്ചേ?
എർത്ത് സമ്മിറ്റ് അല്ലേ. അപ്പോൾ എവിടെ വെച്ചാൽ സൈൻ ചെയ്തത്? ചിലപ്പോൾ നാളെ എർത്ത് സമ്മിറ്റ് കാണത്തില്ല, റിയോ സമ്മിറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് സംവെയർ ഇൻ ബ്രസീൽ. എന്നാൽ കെയിം ഇൻ ടു ഫോഴ്സ് ആയ 1994. നോക്കണേ, സൈൻ ചെയ്തത് കെയിം ഇൻ ടു ഫോഴ്സ്, വർഷം മാറ്റും, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും മാറും. നെക്സ്റ്റ്, ഇറ്റ് ഇസ് ദ പാരന്റ് ട്രീറ്റി ഓഫ് 2015 പാരീസ് എഗ്രിമെൻറ്റ്. ഏതാ? UNFCC. അത് മാത്രമാണോ പാരീസ് എഗ്രിമെൻറ്റ്? അല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ദ പാരന്റ് ട്രീറ്റി ഓഫ് 1997 ക്യോട്ടോ പ്രോട്ടോകോൾ. പല വട്ടം നിങ്ങളിത് കണ്ടു കാണും. സംതിങ് റിഗാർഡിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ പറ്റിയുള്ള ട്രീറ്റിയാണ്. അത് എവിടെ വെച്ചാൽ സൈൻ ചെയ്തത്? ജപ്പാൻ. അപ്പോൾ UNFCC ഇസ് ദ പാരന്റ് ട്രീറ്റി ഓഫ് ഏതൊക്കെയാ? പാരീസ് എഗ്രിമെൻറ്റ് 2015. അന്നാണ് ഇന്ത്യ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നത്. സോളാർ അല്ലേ, അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കാൻ പറ്റും. പ്ലസ് ഇറ്റ് ഈസ് ഓൾസോ ദ ട്രീറ്റി ഓഫ് 1997 ക്യോട്ടോ പ്രോട്ടോകോൾ. നോക്കണേ ഏതൊക്കെയാണെന്ന്, അതും കിട്ടി. അപ്പോൾ 1992, 1994, 1997, 2015. എന്തുകൊണ്ടാണ് ഈ വർഷം വരുന്നത്? സ്റ്റേറ്റ്മെൻറ്റിൽ എപ്പോഴും ഓർത്ത് വയ്ക്കണേ. ഇനി ഇതിനൊരു സെക്രട്ടേറിയറ്റ് കാണുമല്ലോ, അല്ലെങ്കിൽ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് കാണുമല്ലോ. അടുത്തതാ, ദ UNFCC സെക്രട്ടേറിയറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബോൺ. ബോൺ എവിടെയാ? ജർമ്മനി. അവർ നൈസായിട്ട് ക്വസ്റ്റ്യൻ മാറ്റി പറയും, ദ UNFCC സെക്രട്ടേറിയറ്റ് ഈസ് ഇൻ ജനീവ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. ഇനി എത്ര കൺട്രീസാണ് ഇത് റാറ്റിഫൈ ചെയ്തത്? ദാ, ഇറ്റ് ഈസ് റാറ്റിഫൈഡ് ബൈ ഹൗ മെനി കൺട്രീസ്? 197 കൺട്രീസ്. അപ്പോൾ എനി ടോപ്പിക് റിഗാർഡിംഗ് സയൻസ് ആൻഡ് ടെക്, അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കുന്ന എൻവോൺമെൻ്റ് ആണ്, ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിഫൻസ് ആയാലും സ്പേസ് ആയാലും എല്ലാം ചിന്തിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം കറണ്ട് അഫയേഴ്സ് നോക്കുക, കൂടെ എന്താ അതിൻ്റെ ഹിസ്റ്ററി നോക്കുക, പിന്നെ അതിൻ്റെ ടെക്നോളജി നോക്കുക. ഇപ്പോൾ റോക്കറ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കേട്ട് കാണും ആദിത്യ L1 അല്ലേ, ലഗ്രാഞ്ച് പോയിന്റ് 1 കൊണ്ട് വെച്ചു. ബട്ട് അത് മാത്രം പഠിച്ചു വെക്കരുത്. അത് ഏത് റോക്കറ്റാണ് കൊണ്ടുപോയത്, എത്ര പേലോഡുണ്ട്, ഇത് ആദ്യത്തെ സ്പേസ് ഏജൻസി ആണോ L1 പോയത്? അല്ല, മൂന്നാമത്തെ സ്പേസ് ഏജൻസിയാണ്. അപ്പോൾ ആദ്യത്തെ 2 ആരാണ്? ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ ഓക്കെ അല്ലേ? നോക്കിയേ, 94 കെയിം ഇൻ ടു ഫോഴ്സ്, പാരന്റ് ട്രീറ്റി 2015, 2097, പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബോണിലാണ്. എത്ര കൺട്രീസ് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്? 197 കൺട്രീസ് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ബട്ട് കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്താ പഠിച്ചത്? ഇതല്ലേ പഠിച്ചത്. COP 28 നടന്നു എന്ന് പഠിച്ചു. എവിടെ വെച്ചാണ് നടന്നത്? ദുബൈയിൽ. ഏത് വർഷമാണ് നടന്നത്? 2023. അപ്പോൾ അത് കിട്ടി. എന്താണ് COP എന്നും കൂടെ പഠിക്കണം. COP ഇസ് ദ എപ്പെക്സ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഓഫ് UNFCC. അപ്പോൾ ഏതാണ് ദി എപ്പെക്സ് അല്ലെങ്കിൽ മെയിൻ ഡിസിഷൻ അതോറിറ്റി ഓഫ് UNFCC? ദാറ്റ് ഈസ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ക്ലിയർ? അതിൻ്റെ അർത്ഥം എന്താ? ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ, എല്ലാ വർഷവും എവിടെയെങ്കിലും വെച്ച് ഇരിക്കുമല്ലോ. ദ COP മീറ്റ്സ് എവറി ഇയർ അൺലെസ് ദ പാർട്ടീസ് ഡിസൈഡ്സ് അതർവൈസ്. എല്ലാ വർഷവും അവരെവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. അതാണ് 23-ൽ ഇരുന്നു. എവിടെ ഇരുന്നു? ദുബൈയിലിരുന്നു. ഇനി ദ ഫസ്റ്റ് COP മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ ബെർലിൻ, ദറ്റ് ഈസ് ജർമ്മനി, ഇൻ 1995. അടുത്തത് വന്നു, അന്നായിരുന്നു COP 1. ഇപ്പോൾ COP 28 ആയി. അപ്പോൾ COP എന്താ? COP ഇസ് ദ എപ്പെക്സ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഓഫ് UNFCCC. ക്ലിയർ? ദ COP മീറ്റ്സ് എവറി ഇയർ അൺലെസ് ദ പാർട്ടീസ് ഡിസൈഡ്സ് അതർവൈസ്. അടുത്ത, ദ ഫസ്റ്റ് COP മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ ബെർലിൻ ഇൻ ജർമ്മനി, ദാറ്റ് ഈസ് വിച്ച് ഇയർ? 1995. ഇനി അടുത്ത നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് COP റിലേറ്റഡ്. The COP meets in Bonn, the seat of the secretariat, unless a party offers to host the session. അപ്പോൾ വേറെ ഏതെങ്കിലും ആൾക്കാർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? ഡയറക്റ്റ് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് ഹോസ്റ്റ് ചെയ്യും. നോർമലാണ്. അൺലെസ്, ഈ വാക്ക് നോക്കണേ, അൺലെസ് എ പാർട്ടി ഓഫേഴ്സ് ടു ഹോസ്റ്റ് ദ സെഷൻ. ഇനി പോവും. മെജോറിറ്റി എപ്പോഴും അവിടുത്തെ ചെയർമാൻ അല്ലെങ്കിൽ ആരായിരിക്കും? ദ പ്രസിഡൻറ്റ് വന്നിട്ട് ഏത് കൺട്രിയിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? എൻവയോൺമെൻറ്റ് റിലേറ്റഡ് അല്ലേ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ ആയിരിക്കുമോ, അല്ലെങ്കിൽ ക്ലൈമറ്റ് മിനിസ്റ്റർ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുമോ ചെയർമാൻ സ്ഥാനമായിട്ട് ഇരിക്കുന്നത്? നോക്കിയേ, ദ പ്രസിഡൻറ്റ് ഈസ് യൂഷ്വലി ദി എൻവയോൺമെൻറ്റ് മിനിസ്റ്റർ ഓഫ് ഹിസ് ഓർ ഹെർ ഹോം കൺട്രി. അപ്പോൾ എവിടെ നടന്നാലും അവിടുത്തെ പ്രസിഡന്റ് ആരായിരിക്കും? അവിടുത്തെ ആരായിരിക്കും? ദി എൻവയോൺമെൻറ്റ് മിനിസ്റ്റർ, ബിക്കോസ് ദിസ് ടോപ്പിക് ഇസ് ഓൾസോ റിലേറ്റഡ് ടു വാട്ട്? എൻവയോൺമെൻറ്റ്. അപ്പോൾ കറണ്ട് അഫയേഴ്സായി COP നടന്നു അല്ലേ 28-ൽ. ബട്ട് അവിടെ നിൽക്കുന്നില്ല. അപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഇന്ത്യക്കും കൂടെ ഇത് ഹോസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നാ പറഞ്ഞേ. 2028-ൽ ഹോസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. കിട്ടിയിട്ടില്ല. ഹോസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ബട്ട് എക്സാമിൽ അങ്ങനെയല്ല ചോദിക്കുന്നത്. അത് എത്രാമത്തെ COP ആണെന്ന് ചോദിക്കും, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അപ്പോൾ നോക്കിയേ, 2023-ൽ വന്നിട്ട് അത് എത്രാമത്തെ COP? 28 ആണ്. അപ്പോൾ 2024 അങ്ങനെ അറിയത്തില്ല, ഇങ്ങനെ വെച്ച് പോയാലും മതി. 29 ആയി അല്ലേ. 2025 30 ആയി. അപ്പോൾ 26 31 27
32. ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുവാണ്. ആകപ്പാട് ഓർത്ത് വെക്കേണ്ടത് 2023 28ാമത്തെ നടന്നു. നമുക്ക് ആഗ്രഹമുണ്ട് ഹോസ്റ്റ് ചെയ്യാൻ. ഏത് വർഷമാണ്? 2028. അത് എത്രാമത്തെ കോപ്പ് ആയിരിക്കും? അപ്പോൾ കോപ്പ് 32 ആണോ കോപ്പ് 33 ആണോ? ദാറ്റ് ഈസ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 33rd സമ്മിറ്റ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു വെച്ചു. ക്ലിയർ? ഇതാണ് വൺ ടോപ്പിക് റിഗാർഡിങ് സയൻസ് ആൻഡ് ടെക്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇവിടെ കണ്ടോ, കറണ്ട് അഫെയർസ് ഉണ്ട്, പ്രോട്ടോകോൾസ് വരുന്നുണ്ട്, ഇയർ വരുന്നുണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഏത് മിനിസ്റ്ററാണ്, എല്ലാം വരുന്നുണ്ട്. പ്ലസ് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുമുണ്ട്, അടുത്ത വട്ടം ഹോസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. സീ ദ ക്വസ്റ്റ്യൻസ്. ഇതിൽ ഏത് വേണമെങ്കിലും അവർക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ക്ലിയർ? ഇത് ഇറ്റ്സ് എ സിംഗിൾ ടോപ്പിക്. ഇതുപോലത്തെ ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഫോർ ദിസ് എക്സാം LSGA അല്ലേ? അപ്പോൾ എവറിത്തിങ് വിൽ ബി പ്രൊവൈഡഡ്. എന്തൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് വിൽ ബി ദയർ. സ്പെഷ്യൽ ടാസ്ക് ഫോർ കറണ്ട് അഫെയർസ്. ബിക്കോസ് എല്ലാം ഇപ്പോൾ എന്തായാലും കറണ്ട് അഫെയർസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ, അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറണ്ട് അഫെയർസ് എന്തായാലും കാണും. ഡെയിലി വർക്കൗട്ട് വിൽ ബി ദയർ. ഇവാലുവേഷൻ എന്തായാലും കാണും. PDF നോട്ട്സ് ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ കംസ് SCRT അല്ലെങ്കിൽ NCRT ഫോക്കസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ചില സമയത്ത് ഡയറക്റ്റ് അതിൽ നിന്ന് പോലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ ഡെഫിനറ്റ്ലി റിവിഷൻസ് വിൽ ബി ദയർ. എത്ര പഠിച്ചു, എന്തൊക്കെയായി സംഭവം. ക്ലിയർ? അപ്പോൾ നമ്മുടെ ബാച്ചൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഡു ജോയിൻ, പഠിക്കുക. ഇതുപോലത്തെ കുറേ ടോപ്പിക്സുമായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. ഇനി സ്റ്റിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഡീറ്റെയിൽസ് നിങ്ങൾ ഡയറക്റ്റ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.